ഹായ് ഓൾ. ഇന്നെടുക്കാൻ പോകുന്നത് BSc സൈക്കോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്റർ ഫസ്റ്റ് മൊഡ്യൂളാണ് കൊഗ്നിറ്റീവ് പ്രോസസ്സസ്. അപ്പോൾ കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നതിൽ ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ തന്നിട്ടുള്ള ഒന്നാണ് കമ്പോണൻസ് ഓഫ് തോട്ട്. തോട്ട് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ മാനിപ്പുലേഷൻ ഓഫ് ഇൻഫോർമേഷനാണ്. ഇൻഫോർമേഷൻസ് മൈൻഡിലിട്ടിട്ടുള്ളൊരു മാനിപ്പുലേഷനാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് കമ്പോണൻസ് ഉണ്ട്, ഇമേജസ് ഉണ്ട്, കൺസെപ്റ്റ്സ് ഉണ്ട്. ഇമേജ് എന്ന് പറയുന്നത് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെൻസറി എക്സ്പീരിയൻസസ് ആണ്. നമുക്ക് ചുറ്റിലുണ്ടാവുന്ന പല കാര്യങ്ങളും നമ്മൾ സെൻസറി ഓർഗൻസ് വഴിയാണല്ലോ ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതുവഴി ഉണ്ടാവുന്ന ഓരോ കാര്യത്തിനും ഉള്ള മെൻ്റൽ റെപ്രസെൻറ്റേഷനെയാണ് ഇമേജ് എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിൽ അതൊരു റെപ്രസെൻറ്റേഷനായിട്ട് ഉണ്ടാവും. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ഒരു ബീച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ കാണുന്നത് എന്തായിരിക്കും? തിരമാലകൾ, സാൻഡ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആകാശം അങ്ങനെ കാണില്ലേ? അതിനെയാണ് ഇമേജ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റഗറിയാണ്. അതൊരു ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറിനെയാണ്. ഇപ്പോൾ ഒബ്ജക്ട്സോ ഇവൻറ്റ്സ് ഐഡിയാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു കാറ്റഗറൈസേഷനാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ മൈൻഡിൽ വരില്ലേ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഒരു കൺസെപ്റ്റ്. അതായത് ഇപ്പോൾ ടൊമാറ്റോ, ഒനിയൻ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സിന് നമ്മൾ അതിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രീതിയിലായിരിക്കും അത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവുക. എന്തെങ്കിലും ബേസ് വെച്ചിട്ടായിരിക്കും അത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവുക. രണ്ട് ടൈപ്സ് ഓഫ് കൺസെപ്റ്റ്സ് ആണുള്ളത്. നാച്ചുറൽ കൺസെപ്റ്റ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ കൺസെപ്റ്റ് ഉണ്ട്. നാച്ചുറൽ കൺസെപ്റ്റ് പറയുമ്പം അത് നമ്മുടെ എക്സ്പീരിയൻസ് വഴി ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി വരുന്ന കൺസെപ്റ്റ്സാണ്. അതായത് ബേർഡ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പിന്. ആർട്ടിഫിഷ്യൽ കൺസെപ്റ്റ് പറയുന്നത് ചില റൂൾസ് വെച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൺസെപ്റ്റിനെയാണ്. അത് എക്സാമ്പിളായിട്ട് മാത്സിലുള്ള കൺസെപ്റ്റ്സൊക്കെ അങ്ങനെ ആയിരിക്കും. ഈവൺ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില റൂൾസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൺസെപ്റ്റാണല്ലോ. ഇനി അടുത്തത് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണല്ലോ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജ് ഉണ്ടാക്കുന്നത് ഒരു റൂൾ ഗവേൺഡ് ബൈ സിസ്റ്റം ഓഫ് സിമ്പിൾസ് ആണ്. അത് കുറച്ച് സിമ്പിൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നാണ്. ലാംഗ്വേജിൽ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ആദ്യത്തേത് ഫോണീംസ്. ഫോണീംസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ്സ് ഓഫ് സൗണ്ടാണ്. ഇപ്പം അത് മീനിങ് ഫുൾ ആവില്ല. ഇങ്ങനെ അങ്ങനെ കുറച്ച് സൗണ്ടിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റാണ്. ഇനി മോർഫിം എന്ന് പറയുന്നതോ സ്മോളസ്റ്റ് യൂണിറ്റ്സ് ഓഫ് മീനിങ്. അതൊരു മീനിങ് ഉള്ള ഒന്നായിരിക്കും, എന്നാൽ സ്മോളസ്റ്റ് യൂണിറ്റാണ്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഹാപ്പിയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അൺഹാപ്പി. ഈ എന്ന് പറയുന്നത് ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് ആണ്. അവിടെ മീനിങ് വരുന്നുണ്ട്, അതേസമയത്ത് ഒരു സ്മോളസ്റ്റ് യൂണിറ്റും കൂടിയാണ്. നെക്സ്റ്റ് ആണ് സിൻടാക്സ്. സിൻടാക്സ് എന്ന് പറയുന്നത് റൂൾസ് ഫോർ കമ്പൈനിങ് വേർഡ്സ് ഇൻ ടു സെൻറ്റൻസ്. ചില മൊത്തത്തിൽ വേർഡ്സിന് സെൻറ്റൻസ് ആക്കി എടുക്കാൻ ചില റൂൾസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഷീ ഈസ് ഗോയിങ് എന്നല്ലേ പറയുള്ളൂ, അല്ലാതെ ഗോയിങ് ഷീ ഈസ് എന്ന് പറയില്ല. അപ്പോൾ ചില റൂൾസ് ഉണ്ട് അവിടെ. അതിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാലോ മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസിന് വേർഡ്സിൻ്റെ ഒക്കെ മീനിങ്ങിനെയാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ലാംഗ്വേജും തോട്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുന്നൊരു തിയറിയാണ് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി ഹൈപ്പോത്തസിസ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ലാംഗ്വേജാണ് തോട്ടിനെ ഷെയ്പ്പ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മുടെ പെർസെപ്ഷനും നമ്മുടെ തോട്ട്സിനും എല്ലാത്തിനും ലാംഗ്വേജിന് പങ്കുണ്ട്. വേർഡ്സൊക്കെയാണ് നമ്മുടെ പെർസെപ്ഷനൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു തിയറി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ട്, എന്നാൽ ഈ തിയറിനെ ശരിയാണെന്ന് വെച്ച ആൾക്കാരുണ്ട്. പിന്നെ ലാസ്റ്റിൽ വന്നതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജും അതുപോലെ തന്നെ തോട്ടും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റാണ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് ഉണ്ട്, ഡിഡക്റ്റീവ് റീസണിങ് ഉണ്ട്. അതിന് മുൻപ് റീസണിങ് എന്താണെന്ന് നോക്കാം. റീസണിങ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ പ്രോസസ്സാണ്. അവൈലബിളായ ഇൻഫോർമേഷൻസിൽ നിന്നും ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് റീസണിങ് എന്ന് പറയുന്നത്. അതൊരു ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. ഇതുവഴി എന്തുണ്ടാവുന്നത്? നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, 2 ടൈപ്സ് ഓഫ് റീസണിങ് ആണുള്ളത്. ഇൻഡക്റ്റീവ് റീസണിങ് ഉണ്ട്, ഡിഡക്റ്റീവ് റീസണിങ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നും നോക്കാം എന്തൊക്കെയാണ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഒബ്സർവേഷൻസിൽ നിന്നുകൊണ്ട് ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്.
അത് കൂടുതൽ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത് പ്രോബബിൾ ആയിരിക്കും. അതിന് എക്സാമ്പിളായിട്ട് ഇപ്പം രാഹുൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, പഠിച്ചു, എക്സാം എഴുതി, എക്സാം പാസ്സായി. ഗീത ഹാർഡ് വർക്ക് ചെയ്തു പഠിച്ചു, അതുകൊണ്ട് എക്സാം പാസ്സായി. അങ്ങനെ ഓരോരുത്തരും സ്പെസിഫിക്കലി പറയുന്നു. അതുകൊണ്ട് ഒരു ജനറൽ കൺക്ലൂഷൻ എന്ത് കിട്ടുന്നു? നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ എക്സാം പാസ്സാവും. അങ്ങനെ ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഇതിന് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ബോട്ടം അപ്പ് റീസണിങ് ആണ്. ഒരു സ്പെസിഫിക്കിൽ നിന്നും കൊണ്ട് ജനറലിലേക്ക് എത്തിക്കുന്നതിന്. ഇത് കൂടുതലായിട്ടും പ്രോബബിലിസ്റ്റിക് കൺക്ലൂഷൻസിലേക്ക് എത്തുക. ഇത് ഫ്ലെക്സിബിൾ ആണ്, ഓപ്പൺ ടു റിവിഷൻ ആണ്. നമുക്ക് എവരിഡേ തിങ്കിങ്ങിനും സയൻസിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത്. ഇനി അടുത്തത് ഡിഡക്റ്റീവ് റീസണിങ് എന്താണെന്ന് പറയാം. ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആലോചിച്ചാൽ മതി. ഒരു ജനറൽ പ്രിൻസിപ്പിളിൽ നിന്നുകൊണ്ട് സ്പെസിഫിക് കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് റീസണിങ് ഈസ് ദ പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം ജനറൽ പ്രിൻസിപ്പിൾസ് ടു സ്പെസിഫിക് കൺക്ലൂഷൻസ്. ജനറൽ പ്രിൻസിപ്പിൾസിൽ നിന്നുകൊണ്ട് സ്പെസിഫിക് കൺക്ലൂഷൻസിലേക്ക് എത്തുന്നതിനെയാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഈ പ്രമിസസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ കൺക്ലൂഷൻ മസ്റ്റ് ബി ട്രൂ എന്നതാണ് ഇതിലുള്ളത്. അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ബേസ്ഡ് ഓൺ ലോജിക്കാണ്. അതുപോലെ തന്നെ ഫോർമൽ റൂൾസ് വെച്ചുകൊണ്ടാണ്. കൂടുതലായിട്ടും സില്ലോജിസംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഓൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ. അപ്പോൾ എ പീജിയൻ ഈസ് എ ബേർഡ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആ ഒരു കൺക്ലൂഷൻ എന്തിലേക്ക് എത്തുന്നത്? എ പീജിയൻ ക്യാൻ ഫ്ലൈ. ഓൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ. എ പീജിയൻ ഈസ് എ ബേർഡ്. അപ്പോൾ ദെർഫോർ എ പീജിയൻ ക്യാൻ ഫ്ലൈ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മറ്റതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടോപ്പ് ഡൗൺ റീസണിങ് ആണ്. സർട്ടൻ ആൻഡ് ഡെഫിനിറ്റ് കൺക്ലൂഷൻസ് ആയിരിക്കും. ഇത് കുറച്ചുകൂടി റൂൾസ് ഓഫ് ലോജിക് വെച്ചുകൊണ്ടുള്ളതാണ്. ഇത് മാത്തമാറ്റിക്സിനും സയൻസിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയാണ് റീസണിങ്ങിൻ്റെ സെഷൻ.